40ഓളം ജീവനക്കാരാണ് ഈ ഷിപ്പിൽ ഉണ്ടായിരുന്നത് എന്നാണ് ആദ്യം കിട്ടിയ മെസ്സേജ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കപ്പൽ ഇന്ന് പിടിഞ്ഞിട്ട് വരുന്ന ഒരു എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം പങ്കുവയ്ക്കാനുള്ളത്, ഏഷ്യയിൽ നിന്ന് മാത്രമല്ല, ഇതുവരെ കൊളംബോയിലോ ദുബൈയിലോ ഒന്നും വന്നിട്ടില്ലാത്ത MSCയുടെ കൂറ്റൻ കപ്പലായിട്ടുള്ള ഐറീൻ 400 മീറ്റർ നീളവും ഏതാണ്ട് 62.4 മീറ്റർ വീതിയുമുള്ള കപ്പൽ വന്നിട്ട് 3-4 ദിവസമായി. ഇവിടെ 3-4 ഷിപ്പ് കിടന്നിരുന്നതുകൊണ്ട് അത് പോയതിന് ശേഷം മാത്രമേ ഇതിനടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇന്ന് രാവിലെ തന്നെ ആ ഷിപ്പ് ഏതാണ്ട് 9 മണിയോടുകൂടി നമ്മുടെ തീരത്തടഞ്ഞിരിക്കുന്നുവെന്ന ഏറ്റവും ആഹ്ലാദകരമായ അഭിമാനകരമായ ഒരു സാഹചര്യം നമ്മുടെ തുറമുഖത്തിലുണ്ടായിരിക്കും. അത്തരം വലിയ ഷിപ്പുകൾ വരെ കേരളത്തിലേക്ക് എത്തുന്നു. അങ്ങനെ മറ്റുള്ള തുറമുഖങ്ങൾക്ക് ഈ വിഴിഞ്ഞം ഒരു ഭീഷണിയായി മാറുന്നതിൻ്റെ ഭാഗമായി എന്തെങ്കിലും അട്ടിമറി സാധ്യതയൊക്കെ ഈ കപ്പലുകൾ തുടർച്ചയായി ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നതിലുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് ഇതുവരെ ഒരു കാര്യകാരണ സഹിതം മനസ്സിലാക്കാതെ അത്ര ആക്ഷേപം പറയാൻ കഴിയില്ല. ഇപ്പോൾ ഈ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ഉണ്ടായ സംഭവം എല്ലാവർക്കും അറിയാം. യന്ത്രത്തകരാറാണെന്ന് അവർ വിശദീകരിച്ചു കഴിഞ്ഞു. അതിൽ വന്ന കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ജാഗ്രതാപൂർണമായ സമീപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് ഇതുവരെ ആശങ്കപ്പെടുന്ന ഒരവസ്ഥ ആദ്യത്തിൽ നിന്നുണ്ടായിട്ടില്ല. അതേസമയത്ത് ഇപ്പോൾ ഉണ്ടായ പ്രശ്നത്തെ സംബന്ധിച്ച് കൂടുതൽ നമ്മൾ പറയണമെങ്കിൽ, എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായത്, അതിലെന്തായിരുന്നു ഉണ്ടായിരുന്ന ചരക്കുകൾ, അതെല്ലാം സംബന്ധിച്ച് കസ്റ്റംസിനാണത് അറിയാൻ കഴിയുക. അവരിൽ നിന്ന് ബാക്കി വിവരങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ. ഒപ്പം ഇപ്പോൾ രക്ഷാദൗത്യത്തിന് പോയിരിക്കുന്ന ആളുകളോട് ചെല്ലുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവർ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് തരും. കിട്ടുന്ന വിവരങ്ങൾ പിന്നീട് വിശദീകരിക്കും. ഈ പഴയ കപ്പലുകൾ ഉപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഇങ്ങനെ കമ്പനികൾ ഉപേക്ഷിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ കേരള തീരത്തേക്ക് ഈ വലിയ കമ്പനികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ഉപേക്ഷിക്കുന്ന രൂപത്തിലേക്കുള്ള തീരുമാനം MSCയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. മാത്രമല്ല, അത് കൃത്യമായി ഒരു പരിശോധന നടത്തിക്കൊണ്ട് ഏതാണ്ട് 50 മീറ്ററോളം ആഴത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തിരിച്ചത് പൊക്കിയെടുക്കുന്ന കാര്യമാണ് അവർ. പഴക്കം ചെന്ന കപ്പലുകളെ ഈ നശിപ്പിച്ച് കളയുന്നതിന്റെ ഭാഗമായിട്ട് കേരള തീരത്തിൽ കൊണ്ടുവന്ന ഇത്തരത്തിൽ ഉപേക്ഷിക്കുന്നതാണോ, അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സംശയത്തിന്റെ രൂപത്തിലേക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല. അത് നമുക്ക് പൊതുവിൽ പരിശോധിച്ചിട്ട് മാത്രമേ പറയാൻ കഴിയൂ. ഇപ്പോൾ ആദ്യത്തെ കപ്പലപകടം ഉണ്ടായി, അത് സംബന്ധിച്ച് കേസെടുക്കുന്നതിനെ സംബന്ധിച്ച് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്ത എന്തുകൊണ്ടാണ്? അത് ഒഴിവാക്കില്ല. നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, സംസ്ഥാന ഗവൺമെന്റ് അല്ല ഉൾക്കടലിൽ നടക്കുന്ന ഏത് അപകടങ്ങളെ സംബന്ധിച്ചുള്ള കേസെടുക്കേണ്ടതും അതിൻ്റെ നിയന്ത്രണവും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിനാണ്. അത്തരം ആഴത്തിൽ അകലങ്ങളിലുണ്ടാകുന്ന കപ്പലപകടങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളും കൈകാര്യം ചെയ്യുന്നവരാണ്. നമ്മൾ കോസ്റ്റൽ തീരത്തേക്ക് വരുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തീരത്തടിച്ച് വരുന്ന കേസുകളുമായി പാരിസ്ഥിതിക പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥിതി വന്നാൽ അവിടെ ശ്രദ്ധിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതല. ഈ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ്. ഇപ്പോൾ ആദ്യം ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് 48 നോട്ടിക്കൽ മൈൽ അകലെ 70-ൽ പരം കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള രക്ഷാദൗത്യങ്ങളും മറ്റ് കേസുകളും കാര്യങ്ങളും എല്ലാം പോകേണ്ടത്. കോസ്റ്റ് ഗാർഡ് അവരുടെ കീഴിലാണ്, നേവി അവരുടെ കീഴിലാണ്. നമുക്കിവിടെ പാരിസ്ഥിതിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരുന്നതും മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും അത്തരം കാര്യങ്ങൾ ജാഗ്രത പാലിച്ച് അതിന് പരിഹാരം ഉണ്ടാവുകയും നമുക്ക് ഏതെങ്കിലും നഷ്ടങ്ങളുണ്ടായാൽ അത് ക്ലെയിം ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഭാഗത്തുള്ള. അത് കൃത്യമായി ആ കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. ഈ ഒരു FIR കോസ്റ്റൽ പോലീസ് ഇട്ടിട്ടുണ്ടല്ലോ, അത് ഏത് തരത്തിലുള്ള FIR ആണ് ആദ്യത്തെ കേസിൽ പിടിക്കുന്നത്? ഇല്ല, അതിപ്പോൾ ഏത് എൻവയോൺമെൻറ്റിനെയാണോ മറ്റെന്തോ ഒന്ന് പരിശോധിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നിലവിൽ ഒരു കേസല്ലേ എടുത്തിട്ടുള്ളത്? അല്ല, അത് എന്താണെന്ന് പരിശോധിച്ചിട്ട് മാത്രം പറയാം. ആദ്യത്തെ സംഭവത്തിന് ശേഷം മത്സ്യത്തൊഴിലാളി വലിയ ആശങ്കയിലായിരുന്നു. ഇല്ല, മത്സ്യത്തൊഴിലാളിൻ്റെ ആശങ്ക ആദ്യത്തിൽ നമുക്ക് മാറി. അവരാദ്യം തെറ്റായ പ്രചരണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ആശങ്കയാണ്. അത് മാറി സംസ്ഥാന ഗവൺമെൻറ് അവരെ സഹായിക്കാൻ എല്ലാവർക്കും താൽക്കാലിക സാമ്പത്തിക സഹായവും ഒപ്പം റേഷനറി സൗജന്യമായി കൊടുക്കുന്ന സാഹചര്യങ്ങൾ അടക്കം സ്വീകരിച്ച് ഇല്ല. ആദ്യം ഉണ്ടായിട്ടുള്ള അപകടത്തിലെ 40 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. 18ഓളം പേര് കപ്പലിന് ചാടിയതായിട്ട് ആദ്യം ഒരു മെസ്സേജ് കിട്ടി. അതിൽ എത്ര പേര് രക്ഷപ്പെടുത്തി, എത്ര പേര് മറ്റ് പരിക്കുകളുണ്ട് എന്നുള്ള കാര്യമെല്ലാം നമുക്ക് കോസ്റ്റ് ഗാർഡിൻ്റെ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമേ പറയാൻ കഴിയും. നിശ്ചയമായും പരിസ്ഥിതി ആഘാതം പഠിക്കാനുള്ള സംവിധാനം നമുക്കിന്നുണ്ട്. നമ്മുടെ എൻവയോൺമെൻറ്റ് സിസ്റ്റം വളരെ ഫലപ്രദമാണ്. അത് ജാഗ്രതയോടുകൂടി നീക്കും.